ബഹുമാനപ്പെട്ട അധ്യക്ഷൻ തൃശ്ശൂർ ലിറ്റററി ഫോറത്തിൻ്റെ സജീവമായി ഒരു സാംസ്കാരിക സബരിയായി കൊണ്ടാടുന്ന ബഹുമാന്യരെ, എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ബോറിസ് പാസ്റ്റർനാക്ക് എഴുതിയിട്ടുള്ള ഡോക്ടർ ഷിവാഗോ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് അതിൽ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ചരിത്രപരവും അതിൻ്റെ രാഷ്ട്രീയപരവുമായിട്ടുള്ള അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി മാത്രമേ ഈ നോവലിനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ഈ നോവൽ എന്തുകൊണ്ട് മറ്റ് നോവലുകളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുകൂടി പറയേണ്ടി വരും. ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, ഈ റഷ്യയില് നമുക്ക് റഷ്യൻ സാഹിത്യത്തെ കുറിച്ചൊരു നല്ലൊരു ധാരണയുണ്ട്. കാരണം ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ വിശിഷ്ടതരമായിട്ടുള്ള സാഹിത്യം ഉണ്ടായി വന്നത് റഷ്യയിലാണ്. നമുക്ക് വളരെ സുപരിചിതരായിട്ടുള്ള ഡോസ്റ്റോയെവ്സ്കിയും അതുപോലെ തന്നെ നമ്മുടെ ലിയോ ടോൾസ്റ്റോയും മാത്രമല്ല, അവർക്ക് മുമ്പേ ഒരു വലിയ സാംസ്കാരിക സാഹിത്യ പാത വെട്ടിത്തുടങ്ങ പുഷ്കിനുണ്ട്, ഗോഗോളുണ്ട്, ആന്റണി ചെക്കോവ് ഉണ്ട്, ടർജനേവ് ഉണ്ട്. ഇതിലൊക്കെ പല ഗ്രന്ഥങ്ങളും മലയാളത്തിൽ വന്നിട്ടുള്ളത് കൊണ്ടും അല്ലാതെയും പലരും വായിച്ചിട്ടുണ്ട്. അതിൽ പാസ്റ്റർനാക്കിനുള്ള അല്ലെങ്കിൽ ഡോക്ടർ ഷിവാഗോ എന്ന് പറയുന്ന നോവലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് അദ്ദേഹം എഴുതിയ റഷ്യൻ ഭാഷയിലാണ് അത് എഴുതിയത്. 1957 ഈ പുസ്തകം ആദ്യമായിട്ട് പുറത്തു വരുന്നത്. അതുതന്നെയും വളരെ സ്തോഭജനകമായിട്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു. അതും പറയുന്നില്ല. ഈ പുസ്തകം റഷ്യയില് ആദ്യമായിട്ട് റഷ്യയിൽ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് 1989 എന്നാലോചിക്കുന്നത്. പാസ്റ്റർനാക്ക് 1960 മരിച്ചുപോയി. അദ്ദേഹം മരിക്കുന്നത് വരെയും ഈ പുസ്തകം റഷ്യയില് നിരോധിക്കപ്പെട്ട പുസ്തകമായിരുന്നു. റഷ്യയിൽ മാത്രം നിരോധിക്കുകയും ലോകത്തിന് എല്ലാവരും കൈനീട്ടി സ്വാഗതം ചെയ്യുകയും ചെയ്തൊരു പുസ്തകമാണ് ഡോക്ടർ ഷിവാഗോ. ഇത് മാത്രമല്ല, ഈ പുസ്തകത്തിന് 1958 നോബൽ സമ്മാനത്തിന് അർഹമായ ഡിക്ലെയർ ചെയ്ത പുസ്തകമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു രാജ്യത്ത് നിന്ന് ആ ഏറ്റവും ഉന്നതമായ ആ പുരസ്കാരം വാങ്ങാൻ പോകരുത് എന്ന് കൽപ്പിച്ച് പാസ്റ്റർനാക്കിനെ ഈ പുരസ്കാരം നോബൽ സമ്മാനമാണ് എന്ന് ആലോചിക്കണം, അത് വാങ്ങിക്കാൻ അന്നത്തെ റഷ്യൻ ഗവൺമെന്റ് സമ്മതിച്ചില്ല. എന്താണ് ഇത് ഇത്രയും വലിയ ഒരു ആറ്റം ബോംബ് പോലുള്ള ഒരു സംഗതി എങ്ങനെയാണ് ആവുന്നത്? പാസ്റ്റർനാക്കിനെ കുറിച്ച് ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമായിട്ട് വരും. പാസ്റ്റർനാക്ക് എഴുതിയ ഒരേ ഒരു നോവൽ ഇതാണ്. ബാക്കിയെല്ലാം കഥകൾ എഴുതിയിട്ടുണ്ട്. ഏരിയൽ വെയ്സ്, അതുപോലെ തന്നെ ചില അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം നോവൽ സ്വഭാവത്തോളം വരുന്ന അദ്ദേഹത്തിൻ്റെ സേഫ് കോണ്ടാക്ട് എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം അടിസ്ഥാനപരമായിട്ടൊരു കവിയായിരുന്നു. അദ്ദേഹം റഷ്യയിലെ
ബ്ലാക്ക് സീ കരികടൽ തീരത്തുള്ള ഒഡേസ എന്ന് പറയുന്ന ആ പ്രദേശത്ത് നിന്ന് അവിടെ ജനിച്ച് മോസ്കോയിലേക്ക് കുടിയേറി പാർക്കപ്പെട്ട ഒരു ജൂത കുടുംബത്തിലെ അംഗമാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വലിയ പെയിന്ററായിരുന്നു. ആ ലിയോനിദ് പാസ്റ്റർനാക്ക് അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മ റുസിയാന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ റഷ്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംഗീത വിദുഷിയായിരുന്നു. സാമാന്യമായിട്ടൊരു പിയാനോ വായിക്കുന്നു. അങ്ങനെ ചിത്രകലയുടെയും സംഗീതത്തിൻ്റെയും നടുവിലാണ് ബോറിസ് പാസ്റ്റർനാക്ക് പിറന്നു വീഴുന്നത്. അദ്ദേഹത്തിൻ്റെ താല്പര്യം ആദ്യകാലത്ത് സംഗീതത്തിലായി. അദ്ദേഹം ഒരു സംഗീതത്തിനാകും എന്നാണ് പലരും കരുതിയിരുന്നത്. പ്രത്യേകിച്ച് റഷ്യയിൽ അന്നത്തെ ഏറ്റവും വലിയ സംഗീതത്തിനായിട്ടുള്ള സ്ക്രിയാബിൻ്റെ ഒരു അടുത്ത ശിഷ്യനായി ശിഷ്യപ്പെട്ട് സംഗീതം പഠിച്ചു വന്ന ആളാണ് പാസ്റ്റർനാക്ക്. അദ്ദേഹം പിന്നെ മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ നിയമം പഠിച്ചു തുടങ്ങിയെങ്കിലും അധികം വൈകാതെ അത് പിന്നെ നിയമ പഠനത്തിലേക്ക് മാറുകയും, പക്ഷെ അദ്ദേഹത്തിന് ഏറെ താല്പര്യം ഉണ്ടായിരുന്നത് ഫിലോസഫിയിലായതുകൊണ്ട് ജർമ്മനിയിലെ മാർബൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം പഠനം മാറ്റുകയും, അങ്ങനെ ഒരു വളരെ നല്ല ഒരു അക്കാഡമിക് ട്രഡീഷനോട് കൂടിയിട്ടാണ് പാസ്റ്റർനാക്ക് പഠിച്ചു വരുന്നത്. അദ്ദേഹം ഈ നോവൽ ആരംഭിക്കുന്നത് പാസ്റ്റർനാക്കിൻ്റെ അമ്മയുടെ ഒരു മരണത്തോട് കൂടിയിട്ടാണ്. ഈ ഡോക്ടർ ശിവ, ഇതൊരു 1000-700 പേജോളം വലിയ പുസ്തകമാണ്. അതിൻ്റെ അമ്മ മരിച്ചതിന് അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുകയാണ്. പിതാവ് ആയിട്ടുള്ള പിന്നെ ശിവാഗോ ഒരു വലിയ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വളരെ അലസമായ ധൂർത്തമായ ഒരു ജീവിതം നയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഒരു ദാരുണമായ ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ട്രെയിനിൽ നിന്ന് വീണ്, അത് അപകടമരണമോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യയോ എന്ന് വിവിച്ഛേദിച്ച് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ ഒരു തികച്ചും അനാഥനാക്കപ്പെട്ട പാസ്റ്റർനാക്ക് ഈ ശിവാഗോ ഇതിൽ പിന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശിവാഗോ പാസ്റ്റർനാക്കും പലപ്പോഴും രണ്ടല്ല ഒന്നായി മാറുന്ന ഒരു രീതിയിലൂടെയാണ് നോവലും കഥയും ജീവിതവും ഒക്കെ പോകുന്നത്. ഇവരെല്ലാം കഥ തുടങ്ങുന്നത് ഇവരെല്ലാം കുട്ടികളായിരിക്കുന്നതാണ്. കുട്ടികൾ മീൻസ് ഒരു സെക്കൻഡറി ഒരു 10th പഠിക്കുന്ന ഒരു 15-16 വയസ്സുള്ളപ്പോഴാണ് ഇതിലത്തെ നായകന്മാരും പ്രതിനായകന്മാരും എല്ലാം ആകാൻ പോകുന്ന വിപ്ലവ നേതാക്കന്മാരാകാൻ പോകുന്ന ആ കുട്ടികൾ ഈ കഥ ആരംഭിക്കുന്ന അവസരത്തിൽ അവരൊക്കെ സ്കൂൾ വിദ്യാർത്ഥികൾ, ഒരു 14-15 വയസ്സോളമുള്ള ആൾക്കാരാണ്. ആ കാലം റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമാണ്. അതിൻ്റെ ഒരു തീച്ചൂളയിലൂടെയാണ് ഇവർ ജീവിതത്തിനെ റഷ്യയുടെ ഭാവിയൊക്കെ നോക്കിക്കാണുന്നത്. അത് 1905 എന്ന് പറയുന്ന റഷ്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള കാലമാണ്. എന്താണ് 1905 പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, റഷ്യയിൽ നടന്ന ഏറ്റവും ആദ്യത്തെ വിപ്ലവം 1905 അന്ന് നിങ്ങൾക്കറിയാം, അത് പിന്നെ സാർ ചക്രവർത്തിമാരുടെ ഏറ്റവും കാർക്കശ്യമായ ഭരണത്തിന് കീഴിൽ റഷ്യ പോകുന്നൊരു കാലമായിരുന്നു. അവസാനത്തെ രാജഭരണം നടത്തിയ സാർ കുടുംബം എന്ന് പറയുന്നത് റൊമനോവ് രാജകുടുംബമാണ്. ഈ റൊമനോവ് രാജകുടുംബത്തിലത്തെ അവസാനത്തെ സാർ ചക്രവർത്തിയായിട്ടുള്ള നിക്കോളാസ് രണ്ടാമൻ രാജ്യം ഭരിക്കുമ്പോഴാണ് അവിടെ വലിയൊരു അസ്വാസ്ഥ്യം പൊട്ടിപ്പറക്കുന്നത്.
ജനങ്ങൾക്ക് ഭയങ്കരമായ പട്ടിണി, തൊഴിലില്ലായ്മ. ഇതിനെതിരെ ജനങ്ങൾ ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി സാർ ചക്രവർത്തി അന്നുണ്ടായിരുന്ന വിന്റർ പാലസിലേക്ക് ഒരു പ്രകടനമായിട്ട് പോവുകയാണ്. ആ പ്രകടനം 1905 പോകുമ്പോൾ അതൊരു ഞായറാഴ്ച ആയിരുന്നു എന്ന് മാത്രമല്ല, അവരെല്ലാം പള്ളികളിൽ നിന്ന് പോയി ഇറങ്ങി കുർബാനകൾ കഴിഞ്ഞ് വളരെ ദൈവിക ചിന്തയോടുകൂടി നിരായുധരായി നിഷ്കളങ്കരായി ആയിരുന്ന ഒരു ആയിരക്കണക്കിന് ആളുകൾ. അത് മാത്രമല്ല, അവരെ നയിച്ചത് ഒരു വിപ്ലവകാരികൾ ആരും ആയിരുന്നില്ല. ഒരു ഫാദർ ഗാപ്പൻ എന്ന് പറയുന്ന ഒരു ഒരു നല്ല ഒരു പാതിരിയാണ് ഇവരെ വിന്റർ പാലസിലേക്ക് നയിക്കുന്നത്. പക്ഷെ നിക്കോളാസ് രണ്ടാമൻ ഇവരെ നിഷ്കരുണം നേരിടുകയാണ്. ആ നിരായുധരായ ആളുകളെ വെടിവെച്ച് 100 കണക്കിന് ആളുകൾ ആ ഈ അന്ന് നടന്ന ഞായറാഴ്ചയിലത്തെ ആ വിന്റർ പാലസിലേക്കുള്ള ആ സമാധാന യാത്രയിൽ വെടിയേറ്റ് മരിച്ചു വീഴുകയാണ്. അതോടുകൂടി നാട്ടിലാകെ കലാപം പൊട്ടിപ്പറഞ്ഞു. അപ്പൊ ഈ കുട്ടികളായിട്ടുള്ള ഇവരൊക്കെ അന്ന് ഈ കലാപത്തിന്റെ പിന്നാലെ ബോറിസ് പാസ്റ്ററൊക്കെ പോകുന്നുണ്ട്. സ്കൂളിലൊക്കെ പഠിപ്പ് കഴിഞ്ഞ് അവരുടെ കൂടെ പോവുകയും അദ്ദേഹത്തിന് കുതിരപ്പട്ടാളത്തിന് അടി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന്റെ പ്രത്യാഘാതം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതോട് കൂടിയിട്ടാണ് റഷ്യയിൽ ആദ്യമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി രൂപീകരിക്കുന്നത്. റഷ്യൻ ഭാഷയിൽ ഡ്യൂമ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ 1906 മുതലാണ് റഷ്യയിൽ ആരംഭിക്കുന്നത്. അതൊരു വലിയ ഒരു മാറ്റമായിരുന്നു. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി റഷ്യയിൽ സാർ ചക്രവർത്തിമാരുടെ ആ ആധിപത്യത്തിന് കീഴിൽ ഒരു ജനാധിപത്യം ഒന്നും മുഴുവൻ പറയാൻ പറ്റില്ല. കാരണം അത് കുറെ ഒരു പ്രഭുക്കന്മാരുടെയും കുലാക്കുമാരുടെയും ഒക്കെ പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ജനങ്ങളുടെ ഒരു വോയിസ് പ്രതിധ്വനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്യൂമ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഉണ്ടായി എന്നുള്ളതാണ് 1905 ആദ്യ വിപ്ലവത്തിൻ്റെ പരിമിത ഫലം. അതിനുശേഷം ഈ കുട്ടികളൊക്കെ സ്വാഭാവികമായിട്ടും വളരുകയും ഈ പാസ്റ്റർനാക്കിന് ഡോക്ടർ ശിവാഗോ ആയിട്ട് മാറുന്ന ആളെ യൂറ എന്നാണ് വിളിക്കുന്നത്. ഈ യൂറയെ അച്ഛനും അമ്മയും മരിച്ചതുകൊണ്ട് അവരുടെ അമ്മാവനായിട്ടുള്ള ഒരു റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ഒരു പാതിരി ഉണ്ടായിരുന്നു. ഫാദർ ആള് ക്രൈസ്തവ സഭയായിട്ട് വളരെ ഒത്തുപോകുന്ന ഒരാളെന്ന് പറയാൻ പറ്റില്ല, നിക്കോളായി എന്ന് പറയുന്നത്. അദ്ദേഹം ഈ കുട്ടിയുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുകയും ഈ ബോറിസിന് ഇപ്പോൾ പങ്കെടുക്കും കൂടെ തെറ്റിപ്പോവാണ്. ഈ ഷിവാഗോയെ അവിടുത്തെ ഒരു പ്രഭു കുടുംബത്തിൽ അദ്ദേഹത്തെ വളർത്താനായിട്ട് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പഠിച്ച് ഡോക്ടറാവുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ അവരുടെ ഒരു മകളായിട്ടുള്ള ടോണിയ എന്ന് പറയുന്ന യുവതിയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പൊ ടോണിയെ വിവാഹം കഴിക്കുക എന്നുള്ളത് അവരുടെ വീട്ടിൽ ഒരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള നോമായിരുന്നു. അത് അതൊരു എക്സ്പെക്റ്റഡ് ആണ്, പ്രതീക്ഷിക്കുന്നതാണ്. അങ്ങനെ ടോണിയെ വിവാഹം കഴിക്കുകയും ആ ഒരു സാഹചര്യമാവുമ്പോഴേക്കും പാസ്റ്റർനാക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റഷ്യയിൽ ഏറെക്കുറെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാവ്യ സമാഹാരങ്ങൾ പുറത്തു വരുന്നത്. ആ പുസ്തകം വരികയും പാസ്റ്റർനാക്ക് വളരെ ആവുകയും ചെയ്യുന്ന അവസരത്തിലാണ് റഷ്യയിൽ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിലൂടെ റഷ്യയ്ക്കും ലോക രാജ്യങ്ങൾക്കും കടന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 1914 ഒരു സെപ്റ്റംബർ മാസത്തോടു കൂടിയിട്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇംഗ്ലണ്ടിലെ വലിയ ശക്തികളായിട്ടുള്ള
ജർമ്മനിയും ജർമ്മനി അതുപോലെ തന്നെ റഷ്യ അതിന് പങ്കെടുക്കേണ്ടി വരുന്നു. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഈ ലോക ശക്തികളുടെ ഇടയിലേക്ക് പിന്നെ റഷ്യൻ പട്ടാളത്തിനും യുദ്ധത്തിനായി ഇറങ്ങിത്തിരിക്കേണ്ടി വരിക. എന്ന് മാത്രവുമല്ല, സർ നിക്കോളാസ് രണ്ടാമനാണ് അന്നത്തെ സാർ ചക്രവർത്തി ആയിരുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ യുദ്ധത്തിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് റഷ്യക്ക് ഏൽക്കുന്ന ഭയങ്കരമായ തകർച്ചയാണ്. യുദ്ധമുന്നണിയിൽ പലപ്പോഴും ഇവർ തോറ്റ് പിന്മാറേണ്ടി വരികയാണ്. അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റേണ്ടി. എന്ന് മാത്രമല്ല, അക്കാലത്തെ ഈ സാഹിത്യ വേദികളിലും ഈ പാസ്റ്റർനാക്ക് ബന്ധപ്പെടുന്ന ഒരു സാഹിത്യ വേദികൾ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റ് സാഹിത്യ പ്രസ്ഥാനമായിരുന്നു. റഷ്യയിൽ നിന്ന് വളരെ പ്രബലമായിരുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റ് എന്ന് പറയുന്ന, അവർ പ്രധാനമായിട്ടും എല്ലാ അവരുടെ ട്രഡീഷനെയും നിരാകരിക്കുന്ന, അവരുടെ എല്ലാ പാരമ്പര്യത്തെയും നിരാകരിക്കുന്ന, അതുവഴി അവർ പിന്നെ ടോൾസ്റ്റോയുടെ സാഹിത്യത്തെ അവർ നിരാകരിക്കുന്നു, പുഷ്കിനെ, ഗോഗോളിനെ, ഈ സാഹിത്യത്തെ എല്ലാം നിരാകരിച്ചുകൊണ്ട് ഒരു പുത്തൻ സാഹിത്യം റഷ്യയിൽ വരണം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഈ ഫ്യൂച്ചറിസ്റ്റുകളുടെ. എന്ന് മാത്രമല്ല, ഫ്യൂച്ചറിസ്റ്റുകൾ മുന്നോട്ട് വെച്ച വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അത് റഷ്യയിലെ അകത്തളങ്ങളിലെ അന്തഃപുരങ്ങളിലുള്ള നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതുകൂടിയാണ്. ഈ ഫ്യൂച്ചറിസ്റ്റുകാർ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പിന്നെ റഷ്യൻ കൊട്ടാരത്തിൽ വളരെയധികം സ്വാധീനം ഉണ്ടായിരുന്ന റാസ്പുട്ടിൻ എന്ന് പറയുന്ന ഒരു കപട സന്യാസിന്നോ ആൾദൈവമെന്നോ ഒക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരാൾക്ക് വലിയ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അയാളെ പുറത്താക്കണം എന്നുള്ളത് ഫ്യൂച്ചറിസ്റ്റുകളുടെ ഇവരെല്ലാം മുന്നോട്ട് വെച്ച് പ്രധാന കാര്യമായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ ഈ വാണിയമ്മിന്റെ പാട്ടുകളൊക്കെ 75-76 കേൾക്കുന്ന ഒരു ഇതാണ് ഈ റാസ്പുട്ടിൻ, ലവർ ഓഫ് ദി റഷ്യൻ ക്വീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ട്. അപ്പൊ അത് റഷ്യൻ ക്വീനിന്റെ ലവറാണ് റാസ്പുട്ടിൻ. എന്ന് മാത്രമല്ല, ഇയാൾ കമാൻഡ് ചെയ്യാൻ തുടങ്ങി റാസ്പുട്ടിൻ. അയാൾ ചില മന്ത്രിമാരെ പിരിച്ചുവിടാനും ചിലവരെ നിയോഗിക്കാനും തുടങ്ങി. അയാളാണ് പറഞ്ഞ 1915 യുദ്ധത്തിന്റെ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഡ്യൂമ പിരിച്ചുവിടാൻ പറഞ്ഞു. അത്രയും സ്വാധീനം റാസ്പുട്ടിനുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സാർ നിക്കോളാസ് രണ്ടാമന്റെ രാജ്ഞി അലക്സാണ്ട്രിയ, ഈ അലക്സാണ്ട്രിയ അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അവരുടെ 4 കുട്ടികളുള്ളതിൽ അവസാനത്തെ ഒരു ആൺകുട്ടിയാണ് അലക്സി എന്ന് പറയുന്നൊരു 10-11 വയസ്സായുള്ള കുട്ടി. 3 പേര് സഹോദരിമാരാണ്. അടുത്ത കിരീടാവകാശിയാണ്. ഇയാൾക്കൊരു വല്ലാത്തൊരു അസുഖമുണ്ട്, ഒരു ഹിമോഫീലിയ എന്ന് പറഞ്ഞിട്ട്. ചെറിയൊരു മുറിവുണ്ടായാൽ രക്തം മാറുന്ന കുട്ടികൾ മരിക്കും. ഒരിക്കലും ക്ലോട്ട് ചെയ്യില്ല ബ്ലഡ്. ഇതുകാരണം കുട്ടീനെ കാരണം സൂക്ഷിച്ചാണ് കൊണ്ടു നടന്നിരുന്നത്. എന്നാലും ഒരിക്കൽ കുട്ടി വീണൊരു പരിക്ക് പറ്റി വന്നപ്പോൾ കൊട്ടാരാകെ വിലപിച്ചു. ഇതാ കുട്ടി കിരീടാവകാശമായിട്ട് അലക്സി കുഞ്ഞ് മരിക്കുന്നു എന്നുള്ള വന്നപ്പോഴാണ് ആരാ പറയുക, റാസ്പുട്ടിൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അയാൾക്ക് ഇതിനെ ചില ദൈവിക ശക്തികളുള്ള ആളാണ്. അയാളെ വിളിക്കാൻ പറഞ്ഞു. അയാളെ വിളിച്ചു കൊണ്ടുവന്ന് അയാൾ എന്തായാലും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബ്ലീഡിങ് നിന്നു. അതോടുകൂടി ഇയാളെ പിന്നെ കൊട്ടാരത്തിന് പുറത്തു വിടാതെ രാത്രി പറഞ്ഞു നിങ്ങളോട് താമസിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു, അത് ഈ പറഞ്ഞോളം പല പല അഭ്യൂഹങ്ങൾക്കും അവരുടെ രാജ്ഞിയുടെ സാൻമാർഗികതയ്ക്കൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിട്ട് വന്നു. ഇത് മാത്രമല്ല, യുദ്ധത്തിൽ റഷ്യ പിന്നോട്ട് വന്നപ്പോൾ നിക്കോളാസ് രണ്ടാമൻ സേനാനായകത്വം ഏറ്റെടുത്ത് കിഴക്കൻ മേഖലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ യുദ്ധത്തിന് പോകുന്നത് 2 കൊല്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ
റഷ്യയിലത്തെ പ്രഭുക്കന്മാരൊത്തു കൂടിയിട്ട് ഇയാളെ പിന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഇയാൾക്ക് വൈനിൽ വിഷം കൊടുത്തു വന്നിട്ട് ഇങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഐ എം ക്വൈറ്റ് ഫൈൻ എന്ന് പറഞ്ഞു റാസ്പുട്ടിൻ. അപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഇയാൾ പോവില്ല എന്ന് മനസ്സിലായി. അവർ വെടിവെച്ച് കൊന്ന് പിന്നെ അരുവിലേക്ക് വലിച്ചെറിയുകയും. അപ്പം ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് റഷ്യയിലെ ആ ഫ്യൂച്ചറിസ്റ്റ് പ്രസ്ഥാനം ഉടലെടുത്തിങ്ങനെ വരുന്നത്. ഇതിൻ്റെ ഒരു പരിണിത ഘട്ടം എന്ന് പറയുന്നതാണ് റഷ്യയിൽ ഈ 1917 ഉണ്ടായ റഷ്യൻ യുദ്ധം. അപ്പം ഈ സമയത്ത് ആവുമ്പോഴേക്കും ബോറിസ് പാസ്റ്റർനാക്കിൻ്റെ ഒരു നിലപാട് എന്തായിരുന്നു വെച്ചാൽ അദ്ദേഹം ഒരിക്കലും വിപ്ലവത്തിനെതിരായിരുന്നു. അദ്ദേഹം ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അത് പറഞ്ഞു ഒരു ലോക ജനതയിൽ വരുന്നൊരു വലിയ മാറ്റമാണ് എന്ന് മാത്രമല്ല ലെനിനോടും ഭയങ്കരമായ ഒരു ആരാധനയുള്ള ആളായിരുന്നു പാസ്റ്റർനാക്ക്. ഇദ്ദേഹത്തിൻ്റെ ഈ സബ്ലിം മാലഡി എന്ന് പറയുന്ന ഒരു കവിത തന്നെ ലെനിനെ കേന്ദ്രീകരിച്ച് എഴുതിയിട്ടുള്ളതാണ്. കാരണം 1921 ലെനിൻ സോവിയറ്റുകളുടെ 9ാം കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യാൻ ലെനിൻ എത്തുമ്പോൾ അവിടെ ബോറിസ് പാസ്റ്റർനാക്ക് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാഗ്ദാടിയും പിന്നെ അതുല്യമായ പ്രസംഗ പാഠമൊക്കെ കേട്ട് ഇദ്ദേഹം ധരിച്ചിരുന്നു. അപ്പോൾ ഒരിക്കലും ഇദ്ദേഹം പിന്നെ സോഷ്യലിസത്തിൻ്റെയോ റഷ്യയിലത്തെ ബോൾഷെവിക് പാർട്ടിയുടെ ഇതിനോ എതിരായിരുന്നില്ല. പക്ഷെ പ്രശ്നം എന്തുണ്ടായെന്ന് വെച്ചാൽ റഷ്യയിൽ വിപ്ലവം കഴിഞ്ഞോട് കൂടിയിട്ട് അതിൻ്റെ പല പ്രത്യാഘാതങ്ങളും ഉണ്ടായി. അത് തന്നെ 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. കാരണം 17 ആദ്യം ഫെബ്രുവരി വിപ്ലവം നടന്നു. ഫെബ്രുവരി വിപ്ലവം നടന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ പിന്നെ നിക്കോളായി സ്ഥാനത്യാഗം ചെയ്തു, അബ്ഡിക്കേറ്റ് ചെയ്തു. എന്നിട്ട് പകരം കറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഗവൺമെൻറ് വരിക. അപ്പോൾ ഈ ഫെബ്രുവരിയിൽ വാസ്തവത്തിൽ ലെനിൻ അവിടെ ഇല്ല. സൂറച്ചിയിൽ അദ്ദേഹം ഏപ്രിലാണ് വരുന്നത്. ഈ ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട സംഭവത്തിൽ അന്ന് ഈ 1905 അതിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ മുതിർന്ന് യുവാക്കളായി വിപ്ലവ നേതാക്കന്മാരായിട്ട് മാറിയ ഒരു സാഹചര്യം കൂടി അവർക്ക് വളർന്നു. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ കഥയിൽ നമ്മുടെ ഡോക്ടർ ശിവാഗോയിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ശിവാഗോ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ പ്രഭു കുടുംബത്തിലാണ് അദ്ദേഹത്തിനെ ഒരു ദത്തെടുക്കുന്നത് പോലെ വളർത്തുകയും അവിടുത്തെ ടോണിയ എന്ന് പറയുന്ന ഒരു പ്രഭുകുമാരിയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതോടൊപ്പം അവിടെ 2 പ്രധാനപ്പെട്ട ക്യാരക്ടർ കൂടി ഈ നോവലിൽ വരുന്നത്. ആ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് പാഷ ആന്ത്രിപ്പോൾ എന്ന് പറയുന്ന ഒരു മിടുക്കനായ ഒരു വിദ്യാർത്ഥിയും അതുപോലെ ലാറ എന്ന് പറയുന്ന ഈ കഥയിലെ നോവലിലെ നായികയായിട്ടുള്ള ഒരു പെൺകുട്ടിയും ആ ഈ ഘട്ടത്തിലാണ് കഥയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതില് ലാറ അതിസുന്ദരിയും വളരെ നിഷ്കളങ്കയും ആയിട്ടുള്ള ഈ കുട്ടികളെ അവതരിപ്പിക്കുന്ന അവസരത്തിൽ അവർക്ക് ഒരു 10-15 വയസ്സേ ഉള്ളൂ, പ്രായമുള്ളൂ. പക്ഷേ അവർ വന്ന് ജീവിതത്തിൻ്റെ ചില ദുർഘടങ്ങളിലേക്ക് വന്ന് പതിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ കഥയിൽ പിന്നെ ശിവാഗോ നോവലിൽ ഒരു പ്രതിനായകനായിട്ട് വില്ലനായിട്ട് വരുന്ന ഒരു കൊമറോസ്കി എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട്. അയാൾ ഈ കൊമറോസ്കി ഈ ലാറയുടെ പിതാവിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഈ സ്ത്രീ പിന്നീട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ മദ്യപിച്ച് നശിപ്പിച്ചത്
ഈ ഖമറുസ്കി ആണ് എന്ന് പറയുന്നത്. ഇയാള് ഈ കുട്ടികളൊക്കെ ഉള്ള ഈ മോസ്കോയിലത്തെ ഈ പ്രദേശത്തേക്ക് ലാറയെയും അവളുടെ അമ്മയെയും, അമ്മ വിധവയായി കഴിഞ്ഞിരിക്കുന്നു, അവരെയും അവരുടെ സഹോദരനെ കൊണ്ടുവരുന്നത് ഈ കൊമറോസ്കി എന്ന് പറയുന്ന ഈ വക്കീലാണ്. അപ്പോൾ അതിൻ്റെ ആ സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെ അറിയാം, ഇവരെ പലപ്പോഴും സാമ്പത്തികമായി സഹായിച്ച് ഈ കൊമറോസ്കിയുടെ ഒരു കീപ്പ് പോലെയായിരുന്നു ഇവരുടെ അമ്മ ഇവരുടെ കസ്റ്റഡിയിലും ഇയാളുടെ സംരക്ഷണത്തിലും ആയതിന് പുറകെ ഉണ്ടായ ഒരു ദുരന്തം ആയിട്ട് ലാറ പിന്നീട് പറയുന്നത് കാര്യം ഇതാണ്. ഈ ലാറയെ കൂട്ടി ഈ കൊമറോസ്കി ഡാൻസുകൾക്ക്, അതുപോലെ തന്നെ വിരുന്ന് സൽക്കാരങ്ങൾക്ക് ഒക്കെ കൊണ്ടുപോകാൻ തുടങ്ങി എന്ന് മാത്രമല്ല, അവർക്ക് ഇയാളുടെ ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്ത രീതിയിൽ അവരങ്ങടയിൽ വീണുപോയി, നിവൃത്തിയില്ലാണ്ട് പോയി, നിവൃത്തികേട് കൊണ്ട് എന്ന് പറയാവുന്നതാണ്. അങ്ങനെ ഈ സ്ത്രീയുടെ ഈ ലാറയെയും ഒരു ഘട്ടത്തിൽ അവരെ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ കൊമറോസ്കി ആണ് എന്നുള്ള സ്ഥിതിയുണ്ട്. അതിൻ്റെ ആരംഭഘട്ടത്തിലാണ് അവരുടെ വളരെ അടുത്ത ഇവരുടെ സ്കൂളിലത്തെ ഒരു ഫ്രണ്ട് കൂടിയായ ഭാഷ എന്ന് പറയുന്ന ഒരു കുട്ടിയുമായിട്ട് ഇവിടെ കണ്ടുമുട്ടുകയും വളരെ അടുപ്പമുണ്ടാവുകയും ചെയ്യുന്നു. ആ അടുപ്പം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ പാസ്റ്ററാക്ക് ആ നോവല് പറയുന്നുണ്ട്. അതായത് ഈ ഒരു വസന്തകാലത്ത് ഇങ്ങനെ മേഘങ്ങളും ബർച്ചു മരങ്ങളും അതുപോലെ തന്നെ പുൽക്കൊടികളും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു ചിത്രത്തെ നോക്കി കാണുന്നത് പോലെയാണ് ഈ പാഷ ലാറയെ നോക്കിക്കണ്ടത് എന്ന് പറയുന്നുണ്ട്. അത്രയും പോയറ്റിക്കായിട്ടാണ് ഇദ്ദേഹം ബേസിക്കലി ഒരു കവി ആയതുകൊണ്ട് പല കാര്യങ്ങളും വളരെ വളരെ പോയറ്റിക്കായിട്ടാണ്. അത് തന്നെയാണ് പലപ്പോഴും ഇത് മാത്രമല്ല, ഇതിൽ ഇടയ്ക്ക് കവിതകളാണ് പലപ്പോഴും വരുന്നത്. അങ്ങനെ ഈ ഖമറോസ്കിയുടെ ഒരു ഇതിൽ നിന്ന് പിടിത്തത്തിൽ നിന്ന് അവർക്ക് മാറിപ്പോകാൻ പറ്റാത്ത അതിൻ്റെ വലിയതായ സമ്മർദ്ദങ്ങൾ, ശാരീരികമായ മാനസികമായ ക്ലേശങ്ങൾ സഹിക്കവയ്യാതായപ്പോഴാണ് ആ ലാറ പറയുന്നത്, നമുക്ക് കല്യാണം കഴിക്കണം എന്ന് പാഷയോട് പറയുന്നത്. അപ്പോൾ ഈ പാഷ ഉടനെ അതിന് തയ്യാറാവുകയും അവർ കുറെ അകലെയുള്ള ഈ പാഷയുടെ കൂടി ജന്മസ്ഥലമായിട്ടുള്ള ഒരു യുറാറ്റിൻ എന്ന് പറയുന്ന ഒരു വിദൂരമായ ഒരു പ്രവിശ്യയിലേക്ക് അവർ പോവുകയാണ്. യുറാറ്റിൻ വളരെ അകന്ന് ഒരു കിഴക്കൻ അതിർത്തിയോട് ബന്ധപ്പെട്ട ഏറെക്കുറെ സൈബീരിയയോട്, അതിൻ്റെ ഒരു വലിയ നദീതം കഴിഞ്ഞ സൈബീരിയ തുടങ്ങി അങ്ങനൊരു സ്ഥലത്തേക്കാണ് ഇവർ പോകുന്നത്. അങ്ങനെ അവരവിടെ പോവുകയും അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ പാഷ എന്ന് പറയുന്ന പാഷ ആന്ത്രപ്പോവ് അയാളൊരു വലിയ വിപ്ലവകാരിയായിട്ട് മാറുകയാണ്. അപ്പൊ ഈ വിപ്ലവത്തിന് ഇതുകൂടി ഈ കഥയിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റഷ്യയില് ഈ അധികാരം പിടിച്ചെടുക്കുന്നത് അതൊക്കെ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ അധികാരം ലെനിൻ പിടിച്ചെടുക്കുന്നത് ഒരു തുള്ളി രക്തം പോലും കുടിയാതെയാണ്. കാരണം ഈ ഫെബ്രുവരിയിലത്തെ ഇടക്കാല ഗവൺമെന്റിന് ശേഷം ഫെബ്രുവരിയിൽ നിന്ന് ഒക്ടോബറിലേക്ക് മാറുമ്പോൾ അധികാരം പിടിച്ചെടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ സമൂർത്തമായിട്ടുള്ള ഒരു സങ്കല്പം, ഐഡിയ ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ലെനിനായിരുന്നു. മറ്റു പലരും പറഞ്ഞിരുന്നത് തൽക്കാലം ഈ ഗവൺമെന്റിനെ പിന്തുണച്ച് കുറെ മുന്നോട്ട് പോട്ടെ,
അധികാരം പിടിച്ചെടുക്കൽ ആരും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ലെനിനാണ് പറഞ്ഞത്, അല്ല, തൊഴിലാളി വർഗത്തിന്റെ അധികാരം പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു അസുലഭ സന്ദർഭമാണിത്. അദ്ദേഹത്തിന്റെ ഏപ്രിൽ തീസിസിന് ശേഷം ആണ് അദ്ദേഹം ഭരണകൂടവും വിപ്ലവവും എന്ന് പറയുന്ന പുസ്തകം എഴുതി. അതിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒക്ടോബർ, പഴയ കലണ്ടർ അനുസരിച്ച് ഒക്ടോബർ 24-ാം തീയതി ഇവർ വിന്റർ പാലസ് പിടിച്ചെടുക്കാൻ പോകുന്നതിന് ഒരു 4 ദിവസം മുമ്പ് ഈ ബോൾഷെവിക് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി കൂടിയിരിക്കുമ്പോൾ ലെനിൻ അതിൽ ചെയ്യുന്നൊരു പ്രസംഗമുണ്ട്. അതിൽ ലെനിൻ പറയുന്നത്, ഈ തൊഴിലാളി വർഗം അധികാരം പിടിച്ചെടുക്കേണ്ടുന്നത് ഒക്ടോബർ 24-ാം തീയതി തന്നെയായിരിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാം, അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു പക്ഷേ ഒക്ടോബർ 23-ാം തീയതി ആയാലോ? ഒക്ടോബർ 23-ാം തീയതി ആയാലും വളരെ നേരത്തെയാവും. ഒക്ടോബർ 25-ാം തീയതി ആയാൽ അത് വളരെ വൈകി പോകും. അതുകൊണ്ട് ഒക്ടോബർ 24-ാം തീയതി എന്ന് പറഞ്ഞിട്ടാണ് ഈ ബോൾഷെവിക് സൈന്യം, റെഡ് ആർമി പിന്നെ വിന്റർ പാലസിലേക്ക് പോവുകയും കറൻസിന്റെ പിൻവഴിയിൽ ഓടിപ്പോവുകയും അവർ അധികാരം പിടിക്കുകയും ചെയ്യും. ഈ പ്രശ്നം കഴിഞ്ഞിട്ടാണ് ഈ ഇതിൽ പറയുന്ന ബോറിസ് പിന്നെ നമ്മുടെ ഡോക്ടർ ശിവാഗോര് പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് വരും. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും കഴിഞ്ഞ ഉടനെ റഷ്യക്ക് നേരിടേണ്ടി വന്നത് ഒരു ഭയങ്കരമായൊരു പ്രതിസന്ധിയായി. അത് 1918 മുതൽ ഏറെക്കുറെ 2 കൊല്ലത്തോളം നീണ്ടു നിന്ന സിവിൽ വാറായിരുന്നു, ആഭ്യന്തര യുദ്ധമായിരുന്നു. ഈ പിന്നെ കൊസാക്കുകളും അതുപോലെ തന്നെ ഈ സാർ ചക്രവർത്തിമാരുടെ വൈറ്റ് ആർമിയും ബോൾഷെവിക്കുകളുടെ റെഡ് ആർമിയും തമ്മിൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് നടന്നത്. ആ പോരാട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, റഷ്യയിലെ സാമൂഹ്യ ജീവിതം ആകെ തകർന്നു തരിപ്പണമായി. ഒരാൾക്ക് പോലും അവരുടെ സാധാരണ ജീവിതം എന്ന് പറയുന്നത് റഷ്യയിൽ ഇല്ലാതായെന്ന് മാത്രമല്ല, അവിടെ അവർക്ക് പിന്നെ ഭക്ഷണമില്ല, മരുന്നില്ല, അതുപോലെ തന്നെ ഒരു അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ പോലും ഇല്ലാതെ കഴിയേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് മാത്രമല്ല, ആ സിവിൽ യുദ്ധത്തിൻ്റെ ഇടയിലാണ് ലെനിന് ഒരു മാരകമായ ഒരു ദുരന്തം നേരിടേണ്ടി വന്നു. അത് അദ്ദേഹത്തിൻ്റെ പിന്നെ നേരെ ഒരു സ്ത്രീ വിപ്ലവകാരി വെടിവെച്ചു. ഫാറ്റിയ കാപ്ലാൻ എന്ന് പറയുന്ന അവരൊരു റവല്യൂഷണറി ആയിരുന്നു. അവര് ലെനിനെ വെടിവെക്കാനായിട്ടുള്ള അവരെ പിന്നീട് വിചാരണ പറഞ്ഞ കാര്യമായിരുന്നു. അതായത് ഞങ്ങളുടെ രക്തത്തിൽ ഇപ്പോഴും റഷ്യൻ എന്ന് പറയുന്ന ആ ഒരു വികാരം എപ്പോഴും ഉള്ളതാണ്. സാർ ചക്രവർത്തിമാര് സ്ഥാനത്യാഗം ചെയ്തതോട് കൂടിയിട്ട് അവരെ തടങ്കിലാക്കി വെച്ചിരുന്നു ബോൾഷെവിക്കുകൾ. പക്ഷെ ലെനിനാണ് പറഞ്ഞത് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെ നിക്കോളായ് രണ്ടാമനെ, അലക്സാണ്ടർ ചക്രവർത്തിയെ, ഈ കുഞ്ഞുമായിട്ടുള്ള അലക്സിയെ, 3 രാജകുമാരിമാരെ വെടിവെച്ചു. അതിൻ്റെ പിറ്റേ മാസമാണ് ഈ ഫാറ്റിയ കാപ്ലാൻ എന്ന് പറയുന്ന ഈ വിപ്ലവകാരി ലെനിനെ വെടിവെക്കുന്നതും. അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ലെനിൻ മിക്കവാറും അതിൻ്റെ ഒരു വിഷമത്തിലും അതിൻ്റെ ഒരു ഇതിലും ആണ് എപ്പോഴും അദ്ദേഹം കഴിഞ്ഞു പോകുന്നത്. പിന്നെ നടന്ന ഈ ആഭ്യന്തര കലാപത്തിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ, ഇതിൻ്റെ തുടർന്ന് ഈ ബോൾഷെവിക് ഭരണം തുടർന്ന് നടത്തുന്നതിന് അവർക്ക് ആവശ്യമായിട്ട് വന്നത് ഇതിൻ്റെ മാറ്റങ്ങൾ എങ്ങനെ സാഹിത്യ രചന മേഖലകളിൽ വരുത്താം എന്നുള്ളതായിരുന്നു. അതൊരു വലിയ ഒരു പ്രശ്നമായിരുന്നു. കാരണം ഈ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ബൂർഷ്വാ ഗവൺമെന്റിന് പകരം ഒരു തൊഴിലാളി വർഗ ഗവൺമെന്റ് വരുമ്പോൾ എന്തായിരിക്കണം അതിൻ്റെ സാഹിത്യം? അതാണ് ശരിക്കും പറഞ്ഞാൽ പാസ്റ്റർനാക്കിന് നേരിടേണ്ടി വന്നതും ഈ നോവലിൽ പറയുന്നു. അതാണ് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിനെ നേരിടേണ്ടി വന്നത്. അപ്പം അതിൽ
അക്കാലത്ത് ഇത് എന്തായിരിക്കണം, സോഷ്യലിസ്റ്റ് റിയലിസം എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അന്ന് ഈ റഷ്യയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, പുറത്താക്കപ്പെടാത്ത ലിയോൺ ട്രോട്സ്കി അദ്ദേഹം എഴുതിയൊരു ഗംഭീരമായ ഒരു പുസ്തകമുണ്ട്, ഈ റെവല്യൂഷൻ ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, വിപ്ലവവും സാഹിത്യം എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് പറയുന്നത് എന്തായിരിക്കണം ഈ തൊഴിലാളികൾക്ക് സാഹിത്യം. ഇതനുസരിച്ച് എഴുതാൻ പാസ്റ്റർനാക്ക് തയ്യാറായില്ല. ഇതാണ് പ്രശ്നം. ഇദ്ദേഹം എഴുതിയ പല ഇതുകളിലും ഈ റഷ്യയിലത്തെ ദാരിദ്ര്യത്തെക്കുറിച്ച്, അവരനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ വരുന്ന തകർച്ചകളെക്കുറിച്ച് ഇതെല്ലാം വളരെ വ്യക്തമായി പാസ്റ്റർനാക്കിന് പറയേണ്ടി വരും. അങ്ങനെ ഈ കഥയിൽ ഇവര് പിന്നെ വരുന്ന ഒരു നിർണായക സന്ധി എന്ന് പറയുന്നത് ഈ ഒന്നാം ലോകമഹായുദ്ധത്തിൽ പോയ ഡോക്ടർ ശിവാഗോ അദ്ദേഹത്തിന് ഒരു പിന്നെ പരിക്കേറ്റ് അദ്ദേഹത്തിന് ഒരു പിന്നെ പീരങ്കിയുടെ എന്നുള്ള ചീടൊക്കെ കയറി അദ്ദേഹം ചികിത്സയിലിരിക്കെ അവിടേക്ക് ഈ നേരത്തെ പറഞ്ഞ ലാറ എന്ന് പറയുന്ന സ്ത്രീ വരിക. ഈ ലാറ വരാൻ കാരണം ഈ വിപ്ലവത്തിലേക്ക് ആകർഷകയായി അവരുടെ ഭർത്താവായിട്ടുള്ള ആശ അദ്ദേഹം പുറപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തെ കൂടി കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു താല്പര്യപ്രകാരമാണ് ഇവർ അത്യാവശ്യം നേഴ്സിംഗ് ഒക്കെ പഠിച്ച് യുദ്ധമുന്നണിയിലേക്ക് വരുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ പാസ്റ്റർനാക്കിനെ കുട്ടിയായിരിക്കുമ്പോൾ ഈ ശിവാഗോനെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അവർ പരിചയം പുതുക്കുകയൊക്കെ ചെയ്യുന്ന അപ്പോഴാണ്. അപ്പോൾ അന്ന് റഷ്യയിൽ ഇവർ വലിയ പ്രഭു കുടുംബത്തിൽ ഈ ടോണിയ ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന അദ്ദേഹം അവിടെ നിന്ന് ഈ യുദ്ധത്തിനും തുടർന്നുള്ള വിപ്ലവത്തിൻ്റെ അടുത്ത ഘട്ടമായിട്ടുള്ള ഈ സിവിൽ വാറിന് കഴിഞ്ഞ് അദ്ദേഹം മോസ്കോയിലേക്ക് തിരിച്ചെത്തുമ്പോൾ കാണുന്ന കാഴ്ച വളരെ വ്യത്യസ്തമായ ഒന്നാണ്. അതായത് ഇവർ താമസിച്ചിരുന്ന വീട് ബോൾഷെവിക് കമ്മിറ്റി കയ്യേറി. ഇവരോട് പറഞ്ഞ് നിങ്ങൾക്ക് 2 റൂം ചെറുത് അലോട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ താമസിക്കാം. ഓക്കെ, ഇദ്ദേഹം അവിടെ താമസിച്ചു. പക്ഷേ ഈ മഞ്ഞുകാലത്ത് അവർക്ക് പിന്നെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല, ഭക്ഷണമില്ല. അങ്ങനെ വളരെ ദുരിതപൂർവ്വം കഴിഞ്ഞപ്പോഴാണ് ഇവർ തീരുമാനിക്കുന്നത് ഇവിടെ നിന്ന് പോവുക, ജീവിക്കാൻ വയ്യാതെ. അങ്ങനെ ഡോക്ടർ ശിവാഗോയും ഈ ടോണിയ അടക്കമുള്ള കുടുംബവും ഈ പിന്നെ യുറാറ്റിൻ എന്ന് പറയുന്ന ഏറെക്കുറെ സൈബീരിയയുടെ ഒക്കെ അടുത്തുള്ള പ്രദേശത്തേക്ക് ഇവർ പോകുന്നത്. അപ്പം അവരുടെ ഒരു ജന്മി കുടുംബമായിരുന്നു, ഒരു ക്രൂഗർ ഫാമിലി എന്ന് പറയുന്ന ഈ ടോണിയയുടെ കുടുംബം. അവിടുത്തെ പഴയ വലിയ ജന്മിമാരൊക്കെ ആയതുകൊണ്ട് അവരെ ബോൾഷെവിക്കുകാർ പലരും തട്ടിക്കളഞ്ഞിരുന്നു ഈ വിപ്ലവ കാലത്ത് തന്നെ. അങ്ങനെ അവിടത്തേക്ക് ഒരു രക്ഷാമാർഗം എന്നുള്ള രീതിയിൽ മോസ്കോയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവർ അങ്ങോട്ട് പോവുകയാണ്. ഈ പോകുന്ന ഇടങ്ങളിൽ ഇവർ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ദാരിദ്ര്യം കൊണ്ട് കാരണം വിശന്ന് അവർക്ക് ഭിക്ഷയായിച്ച് ആഹാരത്തിന് വേണ്ടി അവർ പിന്നെ ഭിക്ഷയായിരിക്കുന്ന കുട്ടികളെ, കുടുംബങ്ങളെ, ഇതൊക്കെയാണ് ഇവർ കണ്ട് ഈ പോകുന്നത്. ഇതെല്ലാം കാണുകയും പാസ്റ്റർനാക്കിന് ഭയങ്കര വിഷമം തോന്നി. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം കവിതകളിലും കഥകളിലും ഒക്കെ അദ്ദേഹം എഴുതുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ റഷ്യയിലത്തെ ഈ റൈറ്റേഴ്സ് യൂണിയൻ അവർ പറഞ്ഞു ഇദ്ദേഹത്തിന് ഇങ്ങനെ എഴുതാൻ അനുവദിക്കാൻ പാടില്ല. അങ്ങനെ അവർ ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തിൻ്റെ പിന്നെ പല പുസ്തകങ്ങളും അവർ പിന്നെ ഇതിൽ നിന്ന് അവർ പിൻവലിച്ചു, സർക്കുലേഷനിൽ നിന്ന് പിൻവലിച്ചോടുകൂടി ഇദ്ദേഹത്തിന് ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സ്ഥിതി വന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഈ പിന്നെ ശിവാഗോ ശിവാഗോന് പിന്നെ ഇവിടുന്ന് വിട്ടുപോകേണ്ടി വന്നു. പാസ്റ്റർനാക്കിനാണെങ്കിൽ മോസ്കോയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെയുള്ള ഒരു
കാലത്തും പിന്നെ ഇതിലൂടെ പോകുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ പാഷ എന്ന് പറയുന്ന ലാറയുടെ ഹസ്ബൻഡ് ഒരു യുദ്ധ, അതായത് ഈ സിവിൽ വാറിൽ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കേവലം ബോൾഷെവിക്കുകളോ അല്ലെങ്കിൽ വൈറ്റ് ആർമി തമ്മിലുള്ള ഒരു യുദ്ധം മാത്രമായിരുന്നില്ല. പല 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 വിഭാഗങ്ങൾ തമ്മിലുള്ള പോരുകളായിരുന്നു. ആർക്കും വേണമെങ്കിൽ ഒരു അരാജകത്വം നിറഞ്ഞ ഒരു റഷ്യയായിരുന്നു അത്. അതുകൊണ്ട് ആര് അധികാരം പിടിച്ചെടുക്കുന്നൊക്കെ സംശയം തോന്നുന്ന ഒരു പ്രത്യേക ഒരു ഘട്ടത്തിൽ കൂടിയായിരുന്നു അന്നത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഈ പിന്നെ ഷിവാഗോ അവിടെ എത്തുകയും അവിടുത്തെ ഒരു പിന്നെ ലൈബ്രറിയിൽ വെച്ചിട്ട് ലാറയെ വീണ്ടും കണ്ടുമുട്ടാനായിട്ട് ഇടവരികയാണ്. അങ്ങനെ അവർ തമ്മിൽ വളരെ അടുത്ത, പിരിഞ്ഞു പോകാൻ പറ്റാത്തത്ര ഒരു ഭയങ്കരമായ ഗാഢമായ ഒരു അനുരാഗം ഡോക്ടർ ഷിവാഗോയും ഈ ലാറ എന്ന് പറയുന്ന ഈ സ്ത്രീയും തമ്മിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ അവരവിടെ കഴിയുന്ന അവസരത്തിലാണ് ഒരു ദിവസം അവിടേക്ക് ഈ പഴയ ഇവരുടെ വില്ലനായിട്ടുള്ള ഈ അഡ്വക്കേറ്റ് ആയിട്ടുള്ള കൊമറോസ്കി ഒരു ദിവസം ഇവരുടെ വീട്ടിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അയാൾ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഈ പാഷ എന്ന് പറയുന്നത് ഒരു തീവ്ര വിപ്ലവകാരി ആയതുകൊണ്ട് ബോൾഷെവിക്കുകാർക്കും എതിരായിരുന്നു. അയാളെയും ലാറയും പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രഹസ്യ പോലീസ് വരുന്നു, അതുകൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇവരുടെ കൂടെ കൂടുന്നത്. പക്ഷെ ഷിവാഗോ ഒരിക്കലും അതിനെ സമ്മതിച്ചില്ല. അങ്ങനെ കൊമറോസ്കിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ കൊമറോസ്കിയുടെ നിർബന്ധം മൂലം ലാറയ്ക്ക് അയാളെ കൂടെ പോകേണ്ടി വരികയും ഈ ഡോക്ടർ ഷിവാഗോ തിരികെ മോസ്കോയിലേക്ക് തിരിച്ചു വരികയും ചെയ്യാണ്. അപ്പം ഈ സംഭവം നടക്കുന്നതോട് കൂടിയിട്ട് പിന്നെ റഷ്യയിലെ സാഹിത്യകാരന്മാരുടെ ഇടയിലൊക്കെ തന്നെ ഈ ഇടതുപക്ഷം എന്നും അതിന് അത്യാവശ്യം ചെറുക്കുന്ന ചിലവരുടെ ചില നീക്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഈ അവസാനത്തിൽ ഡോക്ടർ ഷിവാഗോ തിരിച്ച് മോസ്കോയിലേക്ക് ഏകനായി വരികയും ഇദ്ദേഹത്തിന് ഒരു സ്ത്രീയുമായിട്ട് ആ ഒരു വീട്ടിലത്തെ ഒരു മരിയ എന്ന് പറയുന്ന സ്ത്രീയെ അതിൻ്റെ കുട്ടികളുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഡോക്ടർ ഷിവാഗോയുടെ അന്ത്യം വരുന്നത്. പക്ഷെ അതിൽ വളരെ ഇതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഷിവാഗോ മരിക്കുന്നതോട് കൂടിയിട്ട് ഇത് കേട്ടറിഞ്ഞിട്ട് പിന്നെ ലാറ വരികയും അവർ ഭയങ്കരമായി പൊട്ടിക്കറിഞ്ഞ അവരൊരു വിലാപമൊക്കെ ഉണ്ട്. ഇതുപോലെ വളരെ പോയറ്റിക് ആയിട്ടുള്ള ഈ ഷിവാഗോനെ കുറിച്ചിട്ട് എൻ്റെ ആത്മാവിൻ്റെ പ്രകാശമേ, എൻ്റെ ചെരുവി, ഒരു വല്ലാത്ത ഒരു ധീരമായ ഒരു ആത്മാവിൻ്റെ വിലാപമാണ് ഈ ലാറ നടത്തുന്നത്. അങ്ങനെ വളരെ പോയറ്റിക് ആയിട്ടുള്ള വളരെ കവിതകളും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളും. സർവോപരി റഷ്യയിൽ അക്കാലത്ത് ഈ വിപ്ലവം മൂലവും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള യുദ്ധത്തിൻ്റെയും ആഭ്യന്തര യുദ്ധത്തിൻ്റെയും പശ്ചാത്തലത്തിൽ റഷ്യൻ കുടുംബങ്ങൾക്ക് നേരിടേണ്ടി വന്ന തകർച്ചയും ഇതെല്ലാം വളരെ പിന്നെ വ്യക്തമായും വളരെ പിന്നെ കൃത്യമായിട്ടും രേഖപ്പെടുത്തി എന്നുള്ളതാണ് പാസ്റ്റർനാക്കിൻ്റെ ഈ നോവലിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ ഇതിനോടനുബന്ധമായിട്ട് പറയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, പാസ്റ്റർനാക്ക് ഏറെക്കുറെ ഒരു
ഒരു 5-10 കൊല്ലം എടുക്കുന്നുണ്ട് ഈ നോവല് ഇദ്ദേഹം എഴുതി തീർക്കാൻ വേണ്ടിയിട്ട്. ഈ എഴുതി തീർക്കുന്നതോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ നോവല് റഷ്യയിൽ പ്രസിദ്ധീകരിക്കില്ല എന്നുള്ളത്. അപ്പം അദ്ദേഹം അതിന് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, പാസ്റ്റർനാക്ക് എഴുതിയിടത്തോളം ചില ഭാഗങ്ങൾ സാഹിത്യവേദികളിലൊക്കെ ഇതിങ്ങനെ അവതരിപ്പിച്ചു തുടങ്ങി. അപ്പോൾ വളരെ മുമ്പേ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഇതാ ഒരു വലിയ ഒരു സാഹിത്യ സൃഷ്ടി പാസ്റ്റർനാക്കിൻ്റെതായി വരാൻ പോകുന്നു. പക്ഷെ അത് പുസ്തക രൂപത്തിൽ എന്ന് എങ്ങനെയെന്നുള്ളത് ആർക്കും അറിയുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ പാസ്റ്റർനാക്കിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്, ഈ അദ്ദേഹം ഈ ഒരു ഓൾഗ എന്ന് പറയുന്ന ഒരു പ്രസാധക സ്ഥാപനത്തിലെ ഒരു സ്ത്രീയുമായി അടുപ്പമുണ്ടാവുകയും ഇദ്ദേഹം പിന്നീട് താമസിക്കുന്നത് ഈ സ്ത്രീയുമായിട്ടാണ്. ആ സ്ത്രീയുമായിട്ട് ഈ നോവലിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും അവരൊരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവസാനം അവർ താമസിക്കുന്നത്. അപ്പം ഈ പാസ്റ്റർനാക്കിനെ നേരിട്ട് പിടിക്കാനായിട്ട് റഷ്യൻ ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നാണ് വാസ്തവം. അതിനൊരു കാര്യം പറയുന്നത്, ഇദ്ദേഹത്തെ ഈ അവിടുത്തെ റഷ്യൻ റൈറ്റേഴ്സ് യൂണിയൻ പറഞ്ഞിരുന്നു ഈ പാസ്റ്റർനാക്കിനെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വിട്ടാൻ പറ്റില്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ റൈറ്റേഴ്സ് യൂണിയൻ ഒരു ഒരു മെമ്മറാണ്ടം പോലെ എഴുതി റഷ്യയിലത്തെ പ്രമുഖ അതിൻ്റെ ഏറ്റവും ഹയറാർക്കിയിലുള്ള ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഇത് കൈപ്പറ്റിയത് അദ്ദേഹം ഇത് നോക്കേണ്ടത് അവസാന തീരുമാനം എടുക്കേണ്ടത് സ്റ്റാലിൻ ആയിരുന്നല്ലോ. സ്റ്റാലിൻ പക്ഷേ പാസ്റ്റർനാക്കിനെ തൊടാൻ അനുവദിച്ചില്ല എന്നാണ് വാസ്തവം. ഈ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറിപ്പോട് കൂടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് പോയെങ്കിലും സ്റ്റാലിൻ എഴുതിയത് ഡോണ്ട് അറസ്റ്റ് ഹിം, ഡോണ്ട് ടച്ച് ഹിം എന്നാണ്. ഹീസ് ക്ലൗഡ് ഡ്വെല്ലർ, അത് ഉപയോഗിച്ച വാക്കാണ്. അദ്ദേഹം മേഘങ്ങൾക്കൊത്ത് വസിക്കുന്നവനാണ്, അയാൾ വിട്ടേക്കുക എന്ന് പറഞ്ഞു. പക്ഷേ പാസ്റ്റർനാക്ക് മാത്രമേ ഇന്ന് രക്ഷപ്പെട്ടുള്ളൂ. അക്കാലത്ത് റഷ്യയിലുണ്ടായിരുന്ന ഒരുപാട് സാഹിത്യകാരന്മാർക്ക് ഈ ബോൾഷെവിക്കിൻ്റെ ഈ സോഷ്യലിസ്റ്റ് റിയലിസം എന്ന് പറയുന്ന സാഹിത്യത്തിൻ്റെ ആ മേധാവിത്വത്തിൻ്റെ കീഴിൽ അവർക്ക് ഞെരിഞ്ഞ വരേണ്ടി വന്നു. വലിയ വലിയ എഴുത്തുകാർ, ഉദാഹരണമായിട്ട് ഇപ്പം റഷ്യയിൽ നിന്ന് വലിയ വലിയ എഴുത്തുകാരികൾ ഉണ്ടായിട്ടുണ്ട്. അന്ന ആമത്തോവ, അതുപോലെ തന്നെ മരീന സെത്സേവ, ഇവരൊക്കെ തന്നെ ഭയങ്കരമായി പീഡിപ്പിക്കപ്പെട്ടവരാണ്. അന്ന ആമത്തോവയുടെ ഭർത്താവിനെ വെടിവെച്ചു കൊന്നു, അവരുടെ മകനെ ലേബർ ക്യാമ്പിൽ പിടിച്ചു. അതുപോലെ ഈ മെറിയ സെത്സേവയുടെ മകളെയും ഭർത്താവിനെയും ലേബർ ക്യാമ്പിൽ പിടിച്ചു. ഇവർക്കൊക്കെ അത്യാവശ്യം 4 സാമ്പത്തിക സഹായം പോലുള്ള പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് പാസ്റ്റർനാക്കായിരുന്നു. അങ്ങനെയുള്ള വലിയ കാര്യങ്ങളും അദ്ദേഹം ഇതോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, റഷ്യയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ ക്രൂരമായ ലേബർ ക്യാമ്പുകളിലും അതുപോലെ തന്നെ സൈബീരിയയിലേക്കുള്ള നാടുകടത്തലും അതുപോലെ തന്നെയുള്ള വിചാരണകളിലൂടെ വിവിധ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിനുള്ള ഒരു വലിയ ഒരു ക്യാമ്പയിനായിരുന്നു സ്റ്റാലിൻ്റെ കാലത്ത് നടന്നിരുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഫലമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എഴുത്തുകാർക്ക് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വലിയ എഴുത്തുകാരനാണ് മൈക്കോവ്സ്കി എന്ന് പറയുന്നത്. മൈക്കോവ്സ്കി റഷ്യയുടെ ഏറ്റവും ഉദാത്തമായ ആ വിപ്ലവത്തിൻ്റെ സന്തതി എന്നൊക്കെ അദ്ദേഹത്തെ പ്രകീർത്തിക്കാറുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പോലും ഈ ഇതിൻ്റെ ഭരണകൂടത്തിൻ്റെ ആ കാർക്കശ്യവുമായിട്ട് ഒത്തുപോകാൻ കഴിഞ്ഞില്ല. അവസാനം 1930 അദ്ദേഹം
മയക്കോവ്സ്കി വെടിവെച്ച് വരികയാണ് ചെയ്തത് സ്വയം. അതുപോലെ അസിയേവ് എന്ന് പറയുന്ന ആള് വലിയ കവിയും എഴുത്തുകാരനായിരുന്നു, അയാളും ആത്മഹത്യ ചെയ്തു. മറ്റു പല വലിയ വലിയ എഴുത്തുകാരായിട്ട് അക്കാലത്ത് റഷ്യയിൽ ഉണ്ടായിരുന്നവർ അവർ പലരും ഈ കുലാഗ് എന്ന് പറയുന്ന കുലാഗ് ആർച്ചിപ്പെലാഗോ എന്ന് പറയുന്ന ഈ ലേബർ ക്യാമ്പുകളിൽ ക്രൂരമായിട്ടുള്ള ഈ പീഡനങ്ങൾക്ക് അവർക്ക് വിധേയമാകേണ്ടി വരും. ഇവർ പാസ്റ്റർനാക്കിനെ തൊടാൻ റഷ്യൻ ഭരണകൂടം മടിച്ചപ്പോഴും അവര് അദ്ദേഹത്തെ ദ്രോഹിക്കാതിരുന്നില്ല. അവർ ചെയ്തെന്താ കാര്യം വെച്ചാൽ ഇയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ആള് ഈ ഓൾഗ ഇസവൻസ്കിയ എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു. ഇവരെന്ത് വെച്ചാൽ ആ സ്ത്രീയെ പിടിച്ച് അവരെ ജയിലിട്ടു എന്ന് മാത്രമല്ല, അവർ ആ ഒരു 1949 മുതൽ ഒരു 1953 സ്റ്റാലിൻ മരിക്കുന്നത് വരെ ഇവര് ജയിലിൽ തന്നെയായിരുന്നു. ഇവരെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ശരിക്കും കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ, പൊരി വെയിലത്ത് ഇട്ടിട്ട് അവരെ പണിയെടുപ്പിക്കുകയായിരുന്നു. അവരൊക്കെ എല്ലും പോലെയായി അവർ പോയ ആളല്ല പിന്നെ തിരിച്ചു വരുന്നത്. ഇത് കേട്ടറിഞ്ഞിട്ടൊക്കെ പാസ്റ്ററാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അവരെ പിടിച്ച് ജയിലിടുന്നത്, എന്നെ പിടിച്ച് ജയിലിടും, അവരെ വെറുതെ വിടും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് പിന്നെ സ്റ്റാലിൻ്റെ മരണം വരെ അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. ഇതിന് ശേഷമാണ് ഈ 54-55 കൂടിയിട്ടാണ് ഈ ഡോക്ടർ ശിവാഗോ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. ഏറെക്കുറെ ഒരു 1955 മാർച്ച് ഏപ്രിലോട് കൂടിയിട്ടൊക്കെ ഇത് എഴുതി കഴിഞ്ഞാൽ ഇത് പുറത്ത് വരണ്ടേ. അത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് കടന്നു പോകേണ്ടി വന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അവിടെ ഈ എന്താ പറയുക, ഈ മോസ്കോയിൽ അവിടുത്തെ ഇറ്റാലിയൻ എംബസിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഡി ആഞ്ചലോ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകരൊക്കെ ആയിരുന്നു. അയാള് ഈ ബോറിസ് പാസ്റ്റർനാക്കിനെ ഇടയ്ക്ക് വന്ന് കാണുകയും അയാളുടെ എഴുത്തിനെ കുറിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പാസ്റ്റർനാക്കിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ട് എന്ന് പലരും പറഞ്ഞറിയുന്നുണ്ട്, ഞാനിത് ഇറ്റാലിയൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. പാസ്റ്റർനാക്ക് തോന്നി ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് കരുതി ഇയാള് പാസ്റ്റർനാക്ക് ഈ പുസ്തകം ഇറ്റാലിയൻ ഭാഷയിലല്ല റഷ്യ വിളിച്ചുള്ള ഏത് ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്താനായിട്ടുള്ള കോപ്പിറൈറ്റോട് കൂടിയിട്ട് ഇത് ഈ ഡി ആഞ്ചലോ എന്ന് പറയുന്ന ഈ പത്ര പ്രവർത്തകനെ ഏൽപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ റഷ്യയിൽ നിന്ന് ഒരു പേപ്പർ പുറത്തു പോവില്ല, ഒരു പേപ്പറും ഇല്ലാതെ അകത്തും വരില്ല. അത്രയും കർശനമായിട്ട് ഉള്ള ഒരു സാഹചര്യത്തിൽ ഇയാളൊരു ഡിപ്ലോമാറ്റ് ആണ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഇയാളൊരു സൂത്രത്തിൽ ഈ ഡോക്ടർ ശിവാഗയുടെ ടൈപ്പ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് കൊണ്ട് ഇയാൾ റഷ്യയിൽ പോയി, ഇറ്റലിയിൽ പോയി. ഇറ്റലിയിൽ മിലാനിൽ പിന്നെ പബ്ലിഷിംഗ് കമ്പനി നടത്തിയിരുന്ന ഫെൽട്രിനിറ്റി എന്ന് പറയുന്ന ഒരു പ്രസാധകൻ്റെ അടുത്ത് ഇത് ഏൽപ്പിക്കുകയാണ്. ഇത് വായിച്ചു നോക്കിയോ അവർ പറഞ്ഞ ഉടനെ ഇത് ഇറ്റാലിയൻ ഭാഷയിൽ പരിഭാഷപ്പെടുത്താനായിട്ടുള്ള ഭയങ്കര ശ്രമം നടത്തി. ഈ ശ്രമം നടത്തി എന്ന് മാത്രമല്ല, അവരുടെ മിലാൻ പബ്ലിക്കേഷൻസ് എന്ത് ചെയ്തു, അവർ പരസ്യം ചെയ്തു. ബോറിസ് പാസ്റ്റർനാക്കിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഈ ഡോക്ടർ ശിവാഗോ ഞങ്ങളിതാ ഇറ്റാലിയൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. ഇത് കണ്ടപ്പോഴാണ് റഷ്യ ബ്യൂറോക്രസി ഞെട്ടിപ്പോയി. ഒരു ഈച്ച കുറിച്ചറിയാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അങ്ങനെ സംഭവിച്ചു എന്ന് കണ്ട ഉടനെ തന്നെ അവിടുത്തെ റൈറ്റേഴ്സ് യൂണിയൻ അവിടുത്തെ ഇവരൊക്കെ കൂടിയിട്ട് ഉടനെ ഈ പിന്നെ മിലാൻ ഈ ഫെൽട്രിനിറ്റിക്ക് പറഞ്ഞു, തൽക്കാലം ഇത് പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇദ്ദേഹത്തോട് കത്തെഴുതിച്ചു. അതായത് ഇതിൽ കുറച്ച് കറക്ഷൻസ് വരുത്താനുണ്ട്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തരാൻ പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു
വിചാരിച്ചേക്കാൾ ഒരു മാസത്തോളം വൈകിച്ചു എന്നല്ലാതെ അവർ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, എല്ലാ ഭാഷകളിലുള്ള പാശ്ചാത്യ ലോകത്തുള്ള എല്ലാവർക്കും ഇതിൻ്റെ കോപ്പറേറ്റ് ഈ ഫെൽറ്റിനിറ്റി മിലാനിലെ കമ്പനി അവിടെ കോപ്പിറൈറ്റ് കൊടുത്തു. ഇത് വന്നോട് കൂടിയിട്ട് ഇവർക്കിത് വലിയ പ്രശ്നമായി റഷ്യക്ക്. റഷ്യ ചെയ്തൊരു ഹൈ ലെവൽ കമ്മിറ്റീനെ ഉടനെ തന്നെ ഇറ്റലിക്ക് വിടുകയാണ്. അവരൊരു കാരണവശാലും ഈ പുസ്തകം പുറത്തു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഈ പുസ്തകം ആദ്യം റഷ്യൻ റൈറ്റേഴ്സ് യൂണിയന് സമർപ്പിച്ചിട്ട് അവിടുത്തെ ബാനർ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ചെയ്യാൻ ആദ്യം പറഞ്ഞതായിരുന്നു. അവരിത് വായിച്ചു നോക്കിയിട്ട് അവരിത് മടക്കി ഒരു കുറിപ്പോട് കൂടിയിട്ട്, വലിയ ഒരു കുറിപ്പോട് കൂടിയിട്ട് എന്തുകൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് കൂടിയിട്ട് മടക്കുക ചെയ്തു. അതിലവർ പറഞ്ഞതിന് കാരണങ്ങൾ ഇതാണ്. ഒരു വിപ്ലവകാരിയായിട്ടുള്ള ഒരാളുടെ ഭാര്യയെ വേറൊരാൾ സ്നേഹിക്കുന്നു, കൂടെ പാർപ്പിക്കുന്നു. അത് തൊഴിലാളി സംസ്കാരമല്ല. അതിനേക്കാൾ കൂടുതലായിട്ട് റഷ്യയിലത്തെ അന്നത്തെ ഒരു ഭീകരമായിട്ടുള്ള ജീവിതത്തിനെയും സാമൂഹിക തകർച്ചയും ഈ നോവലിൽ കാണിച്ചു എന്നുള്ളതാണ് പ്രശ്നമായിരുന്നത്. അങ്ങനെ ഈ പുസ്തകം 1956 നവംബർ മാസത്തിൽ ഇത് പുറത്തു വന്നു എന്ന് മാത്രമല്ല, അത് അന്നത്തെ മിലാനിൽ അന്ന് 6000 കോപ്പിയാണ് അടിച്ചിരുന്നത്. പക്ഷെ ഈ 6000 കോപ്പി 8 ദിവസം കൊണ്ട് ചിലവായി പോയി. അന്ന് ഇന്ന് ചില പുസ്തകങ്ങളെ കുറിച്ച് പറയും ക്യൂ നിന്ന് വായിച്ച, അതൊന്നും അല്ല ഈ സാധനം. ഇത് ലോകത്തിനെ നടുക്കി കളഞ്ഞ ഒരു റഷ്യൻ ജീവിതമാണ്, സ്പന്ദിക്കുന്ന റഷ്യൻ ജീവിതമാണ് അവരെ കൈകളിലെത്തുന്നത്. അങ്ങനെ ഈ പുസ്തകം ഉടനെ തന്നെ ലോകത്തിലെ പല പല ഭാഷകളിലേക്കും ഇത് വിവർത്തനം ചെയ്തു തുടങ്ങി. അങ്ങനെ വരുമ്പോഴാണ് വളരെ ഡ്രമാറ്റിക് ആയിട്ട് ഒരു സംഭവം നടക്കുന്നത്. 1958 ഒക്ടോബർ മാസത്തിൽ സ്വീഡിഷ് അക്കാഡമി പറഞ്ഞു, ഈ വർഷത്തെ നോവൽ സമ്മാനം ബോറിസ് പാസ്റ്റർനാക്കിൻ്റെ ഡോക്ടർ ശിവാഗയ്ക്കാണ്. ഡോക്ടർ ശിവാഗയ്ക്കാണെന്ന് പറഞ്ഞോട് കൂടിയിട്ട് ആദ്യം അവരിത് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു ടെലഗ്രാം പാസ്റ്റർനാക്കിന് അയച്ചു. അദ്ദേഹം അതിനൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ടും വളരെ സന്തോഷം അറിയിച്ചു മറു ടെലഗ്രാം കൊടുത്തു. ഇത് കൊടുത്ത ഉടനെ റഷ്യയിലെ അവരുടെ റൈറ്റേഴ്സ് യൂണിയൻ്റെ കേന്ദ്ര സമിതി കൂടിയിട്ട് പറഞ്ഞു, ഇത് റഷ്യക്ക് അപമാനകരാണിത്, അതുകൊണ്ട് ഈ പുസ്തകത്തിനുള്ള ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനോട് സ്വീഡിഷ് അക്കാഡമിക്ക് ടെലഗ്രാം അയക്കാൻ പറഞ്ഞു. നിവൃത്തിയിലായിരുന്നു. പാസ്റ്റർനാക്കിന് അപ്പോഴേക്കും 68 വയസ്സോളായി. ഈ സമയത്ത് അസുഖങ്ങൾ അങ്ങനെ വളരെ ദുരിതപൂർണ്ണമായതുകൊണ്ട് അയാൾ അവസാനം എഴുതേണ്ടി വന്നു. റഷ്യക്ക് പ്രകോപനപരമാകുന്ന പല കാര്യങ്ങളും ഈ അവാർഡ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഉള്ളതായി തോന്നുന്നതിനാൽ എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിനായിരുന്നു. ഇത് റഷ്യയിലത്തെ മോസ്കോയിലുണ്ടായിരുന്ന എംബസിയിലും വിദേശ പത്രപ്രവർത്തകരും ചോദിച്ചു, റഷ്യയിൽ സ്വാതന്ത്ര്യം ഇല്ലാതെ എഴുത്തുകാരന് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി, പിന്നെ ഒരു നോവൽ സമ്മാനം പോലും വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അപ്പം അവർ പറഞ്ഞത്രേ ഉള്ളൂ, ഞങ്ങളാരും തടയുന്നില്ല, പാസ്റ്റർനാക്കിന് വേണമെങ്കിൽ വാങ്ങിക്കാൻ പോണേ പോയിക്കോട്ടെ, തിരിച്ചു വരാൻ പറ്റും, നോ റീ എൻട്രി പാസ്പോർട്ട് അടിച്ചിട്ട് ഇത് വിടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ പാസ്റ്റർനാക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് റഷ്യൻ മണ്ണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഏറ്റവും വലിയ വികാരമാണ്. അതിനിപ്പോൾ റഷ്യ വിട്ട് ഞാൻ പോകില്ല, റഷ്യയില്ലാത്ത എനിക്കൊരു ജീവിതമില്ല, റഷ്യയില്ലാത്ത സാഹിത്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയില്ല. ഇത് ഇദ്ദേഹത്തിന് പിന്നെ ഈ പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു ഗ്രാമീണ നടന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഇത് പ്രഖ്യാപനം വരുന്നു എന്ന് വന്നപ്പോൾ റഷ്യൻ പിന്നെ ഗവൺമെൻറ് സ്വീഡിഷ് അക്കാഡമിയായിട്ട് ചില ചർച്ചകൾ നടത്തുന്നു. അത് പറയുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാസ്റ്റർനാക്കിന് ഈ സമ്മാനം കൊടുക്കുകയും അത് ഗവൺമെൻറ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്.
ഇനി കൊടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസ് അവർ പറഞ്ഞതാണ്. ഇതൊക്കെ ചരിത്ര രേഖയാണ്. അവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ നോബൽ സമ്മാനം പിന്നെ പാസ്റ്റർനാക്കിനും മിഖായിൽ ഷൊളോക്കോവിനും തുല്യമായിട്ട് 2 പേർക്ക് ഒരു കൊടുക്കാൻ പറ്റും. ഷൊളോക്കോവ് അപ്പോഴേക്കും ഈ ഡോൺ ശാന്തമായി ഒഴുകുന്നു, ഉഴുതുമറിഞ്ഞുകൊണ്ട് അത്തരം നോവലൊക്കെ വളരെ പ്രസിദ്ധനായി കഴിഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം സ്റ്റാലിൻ്റെ അടുത്ത ഒരാളാണ്. സ്റ്റാലിൻ പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഇയാൾക്ക് ഷൊളോക്കോവിന്. സ്വീഡിഷ് അക്കാഡമി ഫ്ലാറ്റായിട്ട് പറഞ്ഞു ഈ വർഷത്തെ സമ്മാനം പാസ്റ്റർനാക്കിൽ തന്നെയാണെന്ന്. പക്ഷെ എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ആ പൈസ മുഴുവൻ ചാരിറ്റിക്ക് എന്തിനു വേണം, എനിക്കൊരു 10 പൈസ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പോലും അത് വാങ്ങിക്കാനായിട്ട് പാസ്റ്റർനാക്കിനെ അനുവദിച്ചില്ല. അങ്ങനെ ഒരു വളരെ ഈ നോവല് ഇതിൻ്റെ നോവൽ സമ്മാനം എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കവിതയൊക്കെ ഉണ്ട്, നോവൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ട്. ഞാനിങ്ങനെ ഏകനാക്കപ്പെട്ടിരിക്കുന്നു, അവിടെ ശൂന്യതയാണ്, ഇരുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു കവിതയൊക്കെ ഇതിനെക്കുറിച്ച് തന്നെ പാസ്റ്റർനാക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹം 1960 ഇദ്ദേഹം മരിക്കുന്നത്. ഇത് ഒരു ഹാർട്ട് അറ്റാക്കും ഇതൊക്കെ വന്നിട്ട് ഇദ്ദേഹം പാസ്റ്റർനാക്ക് മരിക്കുന്നു. മരിച്ചിട്ട് പോലും ഇതെന്താ വെച്ചാൽ ഇത് കാര്യമായിട്ട് പുറത്തെവിടെ വിട്ടില്ല. സാധാരണ പറയുന്നതല്ല, പലപ്പോഴും മരിച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ പുറത്തു പോയതാണുള്ളത്. അപ്പം പാസ്റ്റർനാക്ക് മരിച്ചത് ഒരു ലോക്കൽ പത്രത്തിൽ ചെറുതായിട്ട് അങ്ങനെ കൊടുത്തുകൊള്ളു. ഇത് മാത്രമല്ല അവര് സംസ്കാരത്തിന്റെ സമയം ഇതൊന്നും കാണിച്ചില്ല. ഇതെങ്കിലൊക്കെ കേട്ടറിഞ്ഞ ആളുകൾ ചെറിയ റിട്ടേൺ നോട്ടുകളൊക്കെ പാസ് ചെയ്തിട്ടാണ് ഇത്രാം തീയതി ഇന്ന പള്ളിയിൽ ഇന്ന ആളെ അടക്കണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ വരികയും ഒരു 10,000 പേര് എന്നാലും കൂടി എന്നാണ് പറയുന്നത്. പാസ്റ്റർനാക്കിൻ്റെ ഈ ശവ സംസ്കാര ചടങ്ങ് അവർ പലരും പാസ്റ്റർനാക്കിൻ്റെ കവിതകൾ പാടി അങ്ങനെ അവർ പിരിയാണ് ഉണ്ടായത്. ഈ പാസ്റ്റർനാക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ 53 പിന്നെ സ്റ്റാലിൻ മരിച്ചു. സ്റ്റാലിൻ മരിക്കുകയും 56 നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം കോൺഗ്രസ്സിൽ നികിത ക്രൂഷ്ചേവ് ഭരിച്ച ഉടനെ നികിത ക്രൂഷ്ചേവ് അധികാരത്തിൽ വന്നു. നികിത ക്രൂഷ്ചേവ് ഡീസ്റ്റാലിനൈസേഷന് വേണ്ടി സ്റ്റാലിനെ കുറിച്ചിട്ട് അയാൾ വല്ലാതെ ഇടിച്ചു നാട്ടി. അയാളൊരു സ്വേച്ഛാധിപതിയായിരുന്നു, നരാധവനായിരുന്നു, ചോരകുടിയനായിരുന്നു. ഭയങ്കരമായിട്ട് ഇയാളെ ഇത് ചെയ്ത് ഒരു മാറ്റത്തിൻ്റെ ഒരു കാണിച്ചെങ്കിൽ പോലും ഈ പറയുന്ന സംഭവങ്ങൾ ഇയാൾക്ക് പിന്നെ സ്വീഡിഷ് അക്കാഡമിയുടെ അവാർഡ് ദാനം നടക്കുന്നത്, അതുപോലെ ഇയാളെ റഷ്യയിൽ നിന്ന് പുറത്തേക്ക് അയക്കാതിരുന്നത്, ഇതൊക്കെ നടക്കുന്നത് ക്രൂഷ്ചേവിൻ്റെ കാലത്താണ്. അപ്പോഴും കാര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടായില്ല. പിന്നെ ഈ പുസ്തകം ഡോക്ടർ ഷിവാഗോ എന്ന് പറഞ്ഞ് റഷ്യയിലേക്ക് ആകെ പ്രസിദ്ധീകരിച്ചത് ഗോർബച്ചേവ് അധികാരത്തിൽ വരികയും 1989 ആദ്യമായിട്ട് റഷ്യൻ പതിപ്പ് വന്നത്. അപ്പോൾ പാസ്റ്റർനാക്കിനുള്ള കാലത്ത് റഷ്യയിൽ ഇത് കാണാനായിട്ടുള്ള യോഗം ഉണ്ടായില്ല. എങ്കിലും പലതും റഷ്യയിലേക്ക് കടത്തി എന്നുള്ളതാണ് അത്ഭുതകരം. അവർ ചെയ്തത് പുസ്തകമായിട്ടല്ല, അവർ പോകുന്ന പല യാത്രികരും പലരൊക്കെ ഉണ്ട് വെച്ചാൽ ഈ പുസ്തകത്തിൽ വലിയ പുസ്തകമാണത്. അതിൽ 3-4 പീസായിട്ട് കഷ്ണം ഇതാക്കിയിട്ട് മാറ്റി 3-4 ഭാഗങ്ങളാക്കി എന്നിട്ട് അത് അവിടെ കൊണ്ടുപോയിട്ട് ജോയിൻ ചെയ്യിച്ചിട്ട് ആണ് ഈ പുസ്തകം ഒരു സർക്കുലേറ്റ് ചെയ്തത്. അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങൾ പോലും ഈ പുസ്തകത്തിനുണ്ടായി എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനിക്കും. ഇത് ലോകത്തിലെ ഈ സംഭവം പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതൊരു വേൾഡ് ക്ലാസിക് സിനിമയായിട്ട് മാറുകയാണ്. ഡോക്ടർ ഷിവാഗോ എന്ന് പറയുന്ന സിനിമ അത് വലിയ ആഗോള പ്രസിദ്ധ ഡയറക്ടറായിട്ടുള്ള ഡേവിഡ് ലീൻ വേറെയും അദ്ദേഹത്തിൻ്റെ ലോറൻസ് ഓഫ് അറേബ്യ പോലുള്ള സിനിമകൾ എടുത്തത് ഉള്ളത് ഡേവിഡ് ലീനാണ് 1965 ഈ സിനിമ ഇത് ഡോക്ടർ ഷിവാഗോ സിനിമയായിരുന്നു. ഇത് അതുല്യ നടനായിട്ടുള്ള ഒമർ ഷെരീഫാണ് ഡോക്ടർ ഷിവാഗോ ആയിട്ട് വരുന്നത്. ഇതിലത്തെ ലാറയായിട്ട് നമുക്ക് പ്രസിദ്ധ ബ്രിട്ടീഷ് നടിയായിട്ടുള്ള ജൂലി ക്രിസ്റ്റി,
ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമ. അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അതിന് 5 or 6 ഓസ്കാർ ഒരൊറ്റ സിനിമ. അപ്പോൾ ഒരു ആസ് എ നോവൽ, ആസ് എ ഫിലിം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ചലിപ്പിച്ച, അവരെ ഒരു പുതിയ ഒരു വെളിച്ചത്തിലേക്ക്, ചിന്തയിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞ ഒരു മഹത്തായ നോവലാണ് ഈ ഡോക്ടർ ശിവാഗോ എന്ന് പറയുന്നത്. അതെഴുതിയ ഡോക്ടർ പാസ്റ്റർനാക്കിലും ഇതുപോലെ വളരെ ദാരുണമായിട്ടുള്ള രീതിയിലൂടെ ജീവിക്കേണ്ടി വരികയും റഷ്യയിലത്തെ അന്നത്തെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ അതിശക്തമായി ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിൽ കൂടെയാണ് ഇത്. രക്തം പിടിക്കുന്ന ഓരോ വാക്കുകളും ഏടുകളുമാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വലിയ ഒരു പുസ്തകമാണിത്. അത് അതിലൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പുസ്തകം 57 ആദ്യമായിട്ട് ഇറ്റാലിയൻ ഭാഷയിൽ വന്നു, ഉടനെ ഇംഗ്ലീഷ് ഭാഷയിൽ വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് മലയാളത്തില് 1960 നിന്ന് മലയാളത്തിൽ വന്നു, വിതിൻ 2 years. അപ്പോൾ മലയാളത്തിന്റെ ജാഗ്രത ആയിട്ടുള്ള അത് ആലോചിക്കണം. വേറെ ആരുമല്ല, അത് മുട്ടത്ത് വർക്കിയാണ് കൂടി ആലോചിക്കണം. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് മുട്ടത്ത് വർക്കി ആയിക്കോട്ടെ. അദ്ദേഹം ചെയ്ത എല്ലാ ഇതും ഇതോടുകൂടി ബാലൻസ് ചെയ്യപ്പെട്ടു എന്ന് പോലും വേണമെങ്കിൽ പറയാം. പക്ഷെ അത്യുഗ്രഹമായിട്ടുള്ള വിവർത്തനം, അസാമാന്യമായിട്ടുള്ള വിമർശനം ഈ ട്രാൻസ്ലേഷനില്. അതിന്റെ അദ്ദേഹം എഴുതിയ എല്ലാ നോവലിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അദ്ദേഹം വളരെ അപൂർവമാണ്. അന്നത് NBS ആണ്. ഇത് അദ്ദേഹത്തിന്റെ കവിതകളും ഇതൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ 1960 ചിലപ്പോ ഞാൻ പുസ്തകം 10 രൂപ വരാം. 10 രൂപ വരെ അതിനെ വാലിഡിറ്റി 10 രൂപയാണ്. ട്രാൻസ്ലേറ്റേഴ്സ് മാറിപ്പോണ്ടെന്ന് അറിയാം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ലിറ്റററി ഫോറത്തില് ഇത്രയും ഇതിലുള്ളവർ പലരും എഴുത്തുകാരാന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളതിൽ ഇത് ചർച്ച ചെയ്യാനും ഇങ്ങനെ ഒരു അവതരിപ്പിക്കാനും പറ്റിയെന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിത് ഏറ്റെടുക്കാൻ കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണത്. ഒരൊറ്റ കാരണം കൊണ്ട് ആണ് ഞാനിത് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം.